ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു കിടിലെ ഒരു ഐറ്റമായിട്ടാണ് നമ്മൾ വരുന്നത്. ചൂര പെരണ്ട് വെക്കാനായിട്ടാണ് ഇതാണ് സാധനം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ബെല്ലൂടെ അടിക്കണേ. നമുക്ക് ഇവനെ വെട്ടി പീസാക്കിക്കൊണ്ട് വരാം. ഇവനെ നല്ലപോലെ നമുക്ക് വെട്ടി പീസാക്കി എടുക്കാം. നല്ല വെള്ള ചൂര, നല്ല ചൂര, അതിൻ്റെ ചൂര. ഇങ്ങനെ നമുക്ക് വെട്ടിയിട്ട് കാണാം. പണിയുണ്ട്, 2-3 ഉണ്ട്. ഇവനെ നമുക്ക് മീഡിയം പീസായിട്ട് ആക്കാം. തലയൊന്നും എടുക്കത്തില്ല, ഇതിൻ്റെ മാംസം മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഇവനെ പീസാക്കി കഴിഞ്ഞു. ഇവനെ നമുക്ക് കഴുകിയെടുക്കാം. കഴുകാനായിട്ട് പാത്രത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ മീനും കൂടി ഇട്ട് കൊടുക്കാം. 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ചൂര വറക്കാനായിട്ട് നമുക്ക് മസാല വരട്ടി വെക്കാം. അതിന് 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഉപ്പ് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്, അത് 2 ടീസ്പൂൺ, അതും കൂടി ഇട്ട് കൊടുത്തേക്കാം. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് പുരട്ടി കൊടുക്കുക. അതിൻ്റെ ഭാഗത്ത് മസാല വരട്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഒരു 10-20 മിനിറ്റ് ഇരിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി 10-30 ചുവന്നുള്ളിയുണ്ട്, ഒരു 12 വെളുത്തുള്ളിയുണ്ട്, ആവശ്യത്തിനുള്ള ഇഞ്ചിയുണ്ട്, ഒരു 4 പച്ചമുളകുണ്ട്, 2 തക്കാളി, എല്ലാം കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. തക്കാളിയെല്ലാം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ വറക്കാനായിട്ട് പോകാം. മീൻ വറക്കാനായിട്ടുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നല്ല മണം. എനിക്കാണ് കൊതി വരുന്നു. ഇനി വറക്കാനുണ്ട്, ഇതിനെ കോരി എടുക്കാമായിരുന്നു. ലാസ്റ്റ് വറപ്പും കഴിഞ്ഞു. അപ്പോൾ അടുത്ത് നമുക്ക് പിന്നെ പെരട്ടാനായിട്ടുള്ള പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. സൂപ്പർ മണമാണ്. പെരട്ടാനായിട്ടുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മീൻ വറുത്ത എണ്ണ കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കുക. അതിനകത്ത് കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തേക്കാം. നല്ലപോലെ ഒന്ന് വഴലാൻ വേണ്ടി നോക്കാൻ. ആ ഇഞ്ചിയൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തേക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തോട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തേക്കാം. തക്കാളിയൂടെ ഇട്ട് കൊടുത്തേക്കാം. കരിവേപ്പിലൂടെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള കരിവേപ്പിലൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. കൊച്ചുള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഈ പുളിയൂടെ ഇതിൻ്റെ അകത്തോട്ടിട്ട് വഴത്താം. എന്താണെന്ന് വെച്ചാൽ
ഈ പുളി ഇതിൻ്റെ അകത്ത് ഇടുന്ന ഇതിൻ്റെ അകത്ത് സത്തുക്കളെല്ലാം ഇറങ്ങാൻ വേണ്ടിയാണ്. ഈ പുളി നമുക്ക് വെറുതെ എടുത്ത് കഴിക്കുകയും ചെയ്യാം. വഴുത്തിയാകുമ്പോൾ എണ്ണയ്ക്കകത്ത് വഴുത്തുമ്പോൾ എന്തെങ്കിലും വഴന്നിട്ടുണ്ട് നമുക്ക് മസാലക്കൂട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു പെരുംജീരപ്പൊടിയെ 1/2 ടീസ്പൂൺ ഇട്ടേക്കാം. മുളക് പൊടി നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. 1 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തേക്കാം. നല്ലപോലെ വഴക്കാം. മസാല എല്ലാം വഴന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തോട്ട് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂര വറുത്തതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മസാല ഒക്കെ ഇതിനെ പിടിക്കണം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം, കൊതിയാണ് കഴിക്കാനായിട്ട്. സൂപ്പർ ഐറ്റമോ ഇത്, നല്ല മണം. അതിനൊക്കെ എല്ലാം കൂടി വരുമെന്ന് തോന്നുന്നു. ഇരട്ട് റെഡി ആയിട്ടുണ്ട്. ഇവനെ നമുക്ക് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആക്ച്വലി ബെല്ലൂടെ അടിച്ചേക്കണേ. ഇവനെ നമുക്ക് തുറന്ന് നോക്കാം. എൻ്റെ അമ്മമ്പോ സൂപ്പർ മണം. ഓ, ഇവനെ കഴിച്ചു നോക്കിയാലോ. നമുക്ക് കഴിക്കാനായിട്ട് നല്ല ചോറ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഒന്ന് കഴിച്ചു നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്തു, മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു. പിന്നെ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക. എൻ്റെ അമ്മമ്മോ സൂപ്പർ ഐറ്റം. എന്നുവെച്ചാൽ മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു. പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ പിള്ളേർക്ക് ദോശയോ പാലപ്പോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെ കഴിക്കാവുന്ന സാധനമാണിത്. അടിച്ചു പൊളിച്ചു. എനിക്ക് പറയാൻ വാക്കുകളില്ല. നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ലപോലെ ഗ്രേവിയൊക്കെ ഇട്ട് വേണ്ടേ, സൂപ്പറായിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ. എൻ്റെ അമ്പമ്പോ സൂപ്പറായിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ ഇത് കൊടുത്തു വിടണം. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ബെല്ലൂടെ അടിക്കണേ. അടിച്ചു പൊളിച്ചു. എനിക്ക് പറയാൻ വാക്കുകളൊന്നും ഇല്ല. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ഇത് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വിവരം എന്നെ അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ, ബൈ ബൈ.